വണക്കം വന്ദനം നമസ്കാരം. ഗുഡ് മോർണിംഗ് ടു യു ഓൾ. സ്വാഗതം ചെയ്യുകയാണ് ട്രേഡർ ഓപ്ഷൻ ട്രേഡറിലേക്ക്. ഞാൻ നിങ്ങളുടെ സ്വന്തം ഗുരുശി. ഞാനൊരു സെബി രജിസ്റ്റർഡ് അഡ്വൈസർ അല്ല, അതുകൊണ്ട് തന്നെ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ സ്റ്റഡി പർപ്പസിനായിട്ട് യൂസ് ചെയ്യുക. വീഡിയോ റെക്കോർഡ് ചെയ്യുന്ന ദിവസം 18-ാം തീയതി 12-ാം മാസം 2025 രാവിലെ 8:03 ആയിട്ടുണ്ട്. ഈ വീഡിയോ മാക്സിമം ഒരു 4-5 മിനിറ്റേ നമ്മൾ ഇടാറുള്ളൂ അല്ലെ. ആ 5 മിനിറ്റ് നിങ്ങൾക്ക് പ്രയോജനപ്പെടുത്താനായിട്ട് ഞാൻ മാർക്കറ്റിൽ കണ്ടത് എന്നാണ് നമ്മൾ ഇതിനകത്ത് ഡെയിലി പോസ്റ്റ് ചെയ്യുന്നത്. ഞാൻ എന്താണ് കണ്ടത് മാർക്കറ്റിൽ ലൈവായിട്ട്, ആ കാര്യങ്ങൾ നിങ്ങൾക്കും കാണാൻ പറ്റും. അതിനെക്കുറിച്ചുള്ള ഡിസ്കഷൻ ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഒന്ന്, എങ്ങനെ നമുക്ക് സൈഡ് വേ മാർക്കറ്റ് കണ്ടുപിടിക്കാം, ബാലൻസ് അല്ലെങ്കിൽ ഒരു സൈഡ് വേ മാർക്കറ്റ്. അതിൽ ഓപ്ഷൻ ബയറിനെ സംബന്ധിച്ചിടത്തോളം ഈ സൈഡ് വേ അല്ലെങ്കിൽ ബാലൻസ് മോഡിലോട്ട് പോയാൽ ക്യാപിറ്റൽ നഷ്ടപ്പെടും. നമ്മൾ ഓവർ ട്രേഡ് ചെയ്യും. അത് അവോയ്ഡ് ചെയ്യാനായിട്ട് സൈഡ് വേ മാർക്കറ്റ് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ മിണ്ടാണ്ടിരിക്കുക. അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും? ഇത് ആദ്യത്തെ ഒരു കാര്യം. രണ്ടാമത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെ എവിടെയൊക്കെ പോയിന്റ് ഓഫ് കൺട്രോൾ. രാവിലെ നമ്മൾ പറയുകയാണ്, രാവിലെ തന്നെ ഇന്ന് ഇതാണ് പോയിന്റ് ഓഫ് കൺട്രോൾ, ഇതാണ് പ്രൈസ് ലെവൽ എന്ന് പറയുകയാണ്. എനിക്ക് തോന്നുന്നു യൂട്യൂബ് ചരിത്രത്തിൽ തന്നെ അല്ലെങ്കിൽ ഈ ഇതിൽ തന്നെ എന്താ പറയാ ട്രേഡിങ്ങിൽ തന്നെ ഈ ഒരു ടിപ്പിക്കൽ ആയിട്ട് ഇങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ആലോചിച്ച് ഇങ്ങനത്തെ ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു കാര്യങ്ങൾ പറയുന്നത് വളരെ വളരെ കുറഞ്ഞ ആൾക്കാരാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ഈ പോയിന്റ് ഓഫ് കൺട്രോൾ റെഗുലർ ആയിട്ട് കാണുന്ന ആൾക്കാരും ഇതിനകത്ത് ഉണ്ട്. ഓക്കെ, ഇത് എവിടെയൊക്കെ വർക്ക് ചെയ്തെന്ന് നോക്കാം. അതിനു മുന്നേ ആദ്യം നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് സൈഡ് വേ മാർക്കറ്റ് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത്. ഡിസ്കോഡ് എന്ന് പറയും. അതായത് ഒരേ രീതിയിൽ നിഫ്റ്റി സ്പോട്ടും നിഫ്റ്റി ഫ്യൂച്ചറും സഞ്ചരിക്കണം, ഒരേപോലെ സഞ്ചരിക്കണം. അതല്ലാതെ ഒരാള് ഒരു ഡയറക്ഷനിലും വേറൊരാള് വേറൊരു ഡയറക്ഷനിലും സഞ്ചരിച്ചാൽ അത് അന്ന് സൈഡ് വേ ആയിരിക്കും, അല്ലെങ്കിൽ പ്രീമിയം മെൽട്ട് ആകും, അല്ലെങ്കിൽ ഓവർ ട്രേഡ് നമ്മൾ ചെയ്ത് നമ്മുടെ ക്യാപിറ്റൽ അങ്ങ് വാനിഷ് ആവും. അതാണ് സംഭവം. ഇതെങ്ങനെ മനസ്സിലാക്കാം? ഇതുണ്ടോ, രാവിലെ ഞാൻ വേറെ ഒരു ചാർട്ടും നോക്കാൻ പറയുന്നില്ല. ഇതിനകത്ത് വേറൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ഇത് നിറച്ച ആൾക്കാർ ചെയ്യുന്ന മിസ്റ്റേക്ക് ആണ്. ആ മിസ്റ്റേക്ക് അവോയ്ഡ് ചെയ്യുക. അതായത് സെൻസെക്സിൽ പോകും, സ്റ്റോക്കിൽ പോകും, മിഡ് ക്യാപ്പിൽ പോകും, ബാങ്ക് നിഫ്റ്റി പോകും, അങ്ങനെ മൊത്തത്തിലെല്ലാം കൂടെ തലയ്ക്ക് ഒരു ഇതില്ലാതെ അങ്ങ് പോകും. നമ്മൾ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ടെൻഷൻ ആവും, ഇമോഷൻ കൂടും, ദേഷ്യം വരും. അതൊക്കെ അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഇവിടെ സംസാരിക്കുന്നത് ഓൺലി നിഫ്റ്റിയാണ്. നിഫ്റ്റിയുടെ കാര്യം മാത്രം നോക്കിയാൽ മതി. നിഫ്റ്റിയുടെ ഫ്യൂച്ചറും നിഫ്റ്റിയുടെ സ്പോട്ടും എന്ന് നടക്കുന്നു. അത് റെഗുലറായിട്ട് വാച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ലോങ് ടൈമിൽ ഒരു മാർക്കറ്റിൽ സസ്റ്റെയിൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റോക്കാണ് ട്രേഡ് ചെയ്യുന്നത്, സ്റ്റോക്ക് മാത്രം നോക്കിയാൽ മതി. ഓക്കെ, നമ്മൾ കൂടുതൽ ദഗ് അടിക്കാതെ അടുത്ത ലെവലിലോട്ട് പോകാം, ലാഗ് അടിക്കാതെ. സോ ഇതുണ്ടോ, രാവിലെ ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡില് നല്ല ഗ്രീൻ ക്യാൻഡിൽ വെച്ച് പ്രീവിയസ് ഡേ ക്ലോസിന് മുകളിൽ ഗ്രീൻ ക്യാൻഡിൽ വെച്ച് നല്ല ക്ലോസിംഗ് ആണ് തന്നത്. ഇതാണ് നിഫ്റ്റി ഫ്യൂച്ചറിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക്. ഈ 15 മിനിറ്റിന്റെ ഈ ടൈം ഫ്രെയിം വെച്ച് പറയുന്നതും വളരെ വളരെ കുറവാണ് മാർക്കറ്റിലെ ആൾക്കാർ. ഇതാണ് ആദ്യത്തെ ഒബ്സർവേഷൻ. ആദ്യത്തെ 15 മിനിറ്റ് ഇവിടെ ഗ്രീൻ ക്യാൻഡിലും നിഫ്റ്റി ഫ്യൂച്ചറിൽ നല്ല ഗ്രീൻ ക്യാൻഡിൽ ആയിരുന്നു. ഓക്കെ, നമുക്ക് നോക്കാം നിഫ്റ്റി സ്പോട്ടിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത്. നിഫ്റ്റി സ്പോട്ടില് ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ റെഡും ഓപ്പണിന്റെ താഴെയുമാണ് ക്ലോസ് ചെയ്തത്. ഡേ ഓപ്പണിന്റെ താഴെയും റെഡ് ആണ് ക്ലോസ് ആയിരിക്കുന്നത്. ഇത് നിഫ്റ്റി സ്പോട്ടിന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്ക് ആണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് മനസ്സിലായോ? സോ ഇത് ആദ്യത്തെ ഒബ്സർവേഷൻ തന്നെ എന്താ മനസ്സിലായി? ഡിസ്കോഡ് ഉണ്ട്. ഒരാൾ ഓപ്പണിന്റെ മുകളിലും നിഫ്റ്റി ഫ്യൂച്ചർ, നിഫ്റ്റി സ്പോട്ട് ഓപ്പണിന്റെ ഡേ ഓപ്പണിന്റെ താഴെയുമാണ് ക്ലോസിംഗ് തന്നേക്കുന്നത് ആദ്യത്തെ 15 മിനിറ്റിൽ. ഇന്നത്തെ ദിവസം ഇങ്ങനെ വരുന്ന ദിവസം സൈഡ് വേ ആയിരിക്കും. 99% സൈഡ് വേ തന്നെ ആയിരിക്കും. 1% ഒരേ ഡയറക്ഷനിൽ പിന്നെ കണ്ടിന്യൂ ചെയ്ത് പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇന്നലെ ഒരേപോലെ കണ്ടിന്യൂ ചെയ്ത് വന്നു, അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം വീണ്ടും അത് ഡിസ്കോഡായി. എങ്ങനെയാ അത് നോക്കുന്നേ? നോക്കിയേ, അതെങ്ങനെയാ നോക്കുന്നതെന്ന് പറഞ്ഞാല് ഇതാണല്ലോ ഡേ ലോ. നിഫ്റ്റി സ്പോട്ടിന്റെ മെനിങ്ങാന്നത്തെ ഡേ ലോ ഇതാണ്. ഇതിന്റെ അവിടെ തന്നെ കുറെ നേരം തിരിച്ചു കയറാനായിട്ട് ശ്രമിച്ചു സ്പോട്ട്. ഫീച്ചറിൽ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം. ഫീച്ചറിൽ ഇതാണ് ഫീച്ചർ, കണ്ടോ? ഈ ഫീച്ചറിൽ ഇതാണ് ഡേ ലോ, മെനിങ്ങാന്നത്തെ ഡേ ലോ. പക്ഷെ അതിന് കയറാൻ ശ്രമിച്ചില്ല, അതിന്റെ താഴെ തന്നെ നിന്നുകൊണ്ടിരിക്കുന്നു. സ്പോട്ട് ആണെങ്കിൽ കയറാൻ ശ്രമിച്ചു, ഫീച്ചർ ആ ഏരിയയിൽ പോലും പിന്നെ പോയിട്ടില്ല, താഴോട്ട് തന്നെ വന്നു. ഇതാണ് ഡിസ്കോഡ്. ഈ സമയത്ത് നിറച്ച ആൾക്കാർ ഓവർ ട്രേഡ് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ പോയി കാണും. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസം ഒരു ട്രേഡ് അല്ലെങ്കിൽ 2 ട്രേഡ് മാർക്കറ്റും അത്രയും ഓപ്പർച്യൂണിറ്റി തരുള്ളൂ. അതിൽ കൂടുതൽ ഓപ്പർച്യൂണിറ്റി മാർക്കറ്റ് തരാറില്ല. ഓക്കെ, നമുക്ക് രണ്ടാമത് പറഞ്ഞത് നമ്മുടെ 130 രൂപയാണ് ഇന്നലെ
പറഞ്ഞിരുന്നത് അല്ലെ? ഇന്നലെ എത്ര പറയുന്നത്? പോയിന്റ് ഓഫ് കൺട്രോൾ 130 രാവിലെ നമ്മുടെ വീഡിയോയിൽ ഇട്ടിരുന്നത്. ഈ 130 എങ്ങനെ എവിടെയൊക്കെ വർക്ക് ചെയ്ത് നോക്കാം. ഇത് 25,900 കാൾ ഓപ്ഷന്റെ 15 മിനിറ്റിന്റെ ക്യാൻഡിൽ സ്റ്റിക്കിന്റെ കാൾ ഓപ്ഷന്റെ ചാർട്ടാണ്, ഓപ്ഷൻ പ്രൈസ് ആണ്. ഈ 130 മുകളിൽ ആദ്യം നിന്നു, ആദ്യത്തെ 15 മിനിറ്റ് ക്യാൻഡിൽ. അതിനുശേഷം അത് ബ്രേക്ക് ചെയ്തു, 130 വീണ്ടും ബ്രേക്ക് ചെയ്തു, താഴോട്ട് തന്നെ ഒരു മൂവ് ആയി. കാൾ ഓപ്ഷൻ 25,900. അത് തന്നെ പുട്ടിൽ നമുക്ക് നോക്കണം. പുട്ടില് അതേപോലെ തന്നെയാണ്. ആദ്യത്തെ 15 മിനിറ്റ് എന്താ സംഭവിച്ചത്? 130 താഴെ തന്നെ നിന്നു, 130 താഴെ തന്നെ നിന്നു. വീണ്ടും അത് ബ്രേക്ക് ഔട്ട് ആയതിനു ശേഷം റീടെസ്റ്റ് ചെയ്തു. എന്നിട്ട് ഈ 130 മുകളിൽ തന്നെ പിടിച്ചു നിന്നു. 130 താഴെ വന്നിട്ടേ ഇല്ല. 160 വരയ്ക്കും ഇത്, 158 വരയ്ക്കും ഇത് മുകളിലോട്ട് പോയത് നമുക്ക് കാണാൻ പറ്റി. ഇതാണ് പവർ ഓഫ് പോയിന്റ് ഓഫ് കൺട്രോൾ. 130 രാവിലെയാണ് നമ്മൾ പറഞ്ഞിരുന്നത്. പവർ ഓഫ് പോയിന്റ് ഓഫ് കൺട്രോൾ 130 എങ്ങനെയാണ് വർക്ക് ചെയ്തതെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തോന്നുന്നു. ഇത് വേറൊരു സ്ഥലത്തും വർക്കായി. അത് എവിടെയാണെന്ന് നോക്കാം. ഇതുണ്ടോ, 25,800 കാളാണേ. ഇവിടെയാണ് നമ്മുടെ പോയിന്റ് ഓഫ് കൺട്രോൾ ഉഗ്രൻ അടിപൊളിയായിട്ട്. ഈ സമയങ്ങളുണ്ടോ, എത്ര മണിക്കാ? 12:45, പിന്നെ അതിനുശേഷം 1:30, പിന്നെ അതിനുശേഷം 1:45. ഈ സമയത്തൊക്കെ 130 താഴെ വന്നിട്ട് പോലും ഒരു 15 മിനിറ്റിന്റെ ക്യാൻഡിൽ പോലും ക്ലോസിംഗ് തന്നിട്ടില്ല. ഇതെന്താണ്? 25,800 കാളിന്റെ ചാർട്ടാണ്, കാളിന്റെ ചാർട്ടാണ്. സോ ഇങ്ങനെയൊക്കെ നിങ്ങൾ അബ്സർവ് ചെയ്ത് നിങ്ങൾ നല്ല നല്ല എൻട്രീസും എക്സിറ്റും കിട്ടുക. നമുക്ക് ഇന്നത്തെ കാര്യങ്ങളിലോട്ട് പോകാം. ഇന്ന് 115 രൂപയാണ് പോയിന്റ് ഓഫ് കൺട്രോൾ, 115 ആണ് പോയിന്റ് ഓഫ് കൺട്രോൾ. ഇതാണ് ലെവൽസ്. നിങ്ങൾ നിങ്ങളുടേതായ ഇൻഡിക്കേറ്ററോ നിങ്ങളുടെ യൂസ് ചെയ്യുന്ന എന്തെങ്കിലുമൊക്കെ സ്റ്റഡീസോ ഇതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് ക്ലിയർ ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാവുന്നതാണ്. വീണ്ടും ഒരു വീഡിയോ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം. താങ്ക് യു വെരി മച്ച്.